അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 26 യെസ് 26. ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വാട്ടാൻ. പിന്നെ ഇതേ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഇതൊന്ന് നമ്മൾ ജ്യൂസ് അടിക്കും. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കും. പത്തിരിക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇതിന് മുന്നായിട്ട് നമ്മളിത് രാവിലെ തന്നെ ഇമ്മ്യൂണിറ്റി ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഇന്നലെ ഭയങ്കര പനിയും ഛർദിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് എടുത്തുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ ഇരുത്തിരിക്കട്ടോ കരഞ്ഞിട്ട് ആൾ. അങ്ങനത്തെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. 1 മണിക്കൂറോളമായി നമ്മൾ വെയിറ്റ് ചെയ്യണേ. അപ്പോഴേക്കും ഡോക്ടറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി നാളെ മേടിക്കാം എന്നുള്ള രീതിയിൽ അവിടുന്ന് പിന്നെ ഇറങ്ങിട്ടോ. പുറത്ത് പോയത് കെട്ടിയനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടിക്ക് വേണ്ടിയിട്ട്. 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞ ആൾ അരമണിക്കൂറായിട്ടും എത്തിയിട്ടില്ല കേട്ടോ. 2-3 തവണ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വരണമെന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മളേതായാലും പുറത്തിരുന്നു. റിസൾട്ട് എങ്ങനെയായാലും ഇനി കിട്ടിയിട്ട് കാറില്ല, ഡോക്ടർ പോയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐസിൻമാർക്ക് ഒരു ബോക്സ് കിട്ടിയപ്പോൾ അത് പോഷൻ ബോട്ടം ചെയ്ത് കളിക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ കീറി ആയിട്ട് കളിക്കായിരുന്നു. പിന്നെ അവന് കരയണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ ആയിട്ട് കളിക്കാൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനത്തെ ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ വണ്ടിയിൽ പോയി കയറി. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ടില്ല, നാളെ ഇനി പോകാൻ പറ്റുള്ളൂ മോളെ കാണിക്കാൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഐസിൻമോൻക്കും എമ്മിമോൾക്കും പൊരിക്കടി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഐസിൻമോൻ നല്ല ഉറക്കമാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് അരിമണി വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അരി വറുത്ത് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. കാരണം ഇന്നിപ്പോൾ രാത്രി ഒരു മഴ വരാറുണ്ടല്ലേ. അപ്പോൾ ആ മഴയത്ത് തേങ്ങയും പഞ്ചസാരയും അരിമണിക്ക് കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് അരി എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 കുറച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ അത്യാവശ്യം ആൾക്കാരോട് ഉണ്ടായതുകൊണ്ട് അതിനെ കുറച്ച് തോനെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ പത്തിരിക്കുള്ള കറി മുട്ട റോസ്റ്റല്ല മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തേങ്ങ ഇതിന് ചിരകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് വറുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ ഇത് നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടിയിട്ടുണ്ട്. ഒന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം നമുക്ക് നല്ലോണം ഇത് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ പത്തിരിപ്പണി വലിയ സംഭവമെന്നാണ് കരുതിയത്. പക്ഷേ പത്തിരിപ്പണി എടുത്തു നോക്കിയപ്പോഴാണ് സിമ്പിളായിട്ടുള്ളൊരു പണി കേട്ടോ പത്തിരിപ്പണി എന്ന് പറയുന്നത്. അങ്ങനത്തെ നല്ലോണം പൊടി നല്ല കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇടണം കണ്ടപ്പോൾ ഫെബിക്കൊരു പൂതി ഇതേപോലെ തന്നെ ചെയ്യാൻ. അപ്പോൾ എന്നോട് പറയും ഞാനും ചെയ്തോട്ടെ, എനിക്കും എൻ്റെ വീഡിയോ എടുത്ത് തരുമോ എന്ന് വെച്ചാൽ. പിന്നെന്താ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞ് ഓളും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇടാൻ കേട്ടോ. പിന്നെ നിഷ വന്ന് കണ്ടെന്ന് ഇത് വീഡിയോ എടുത്ത് കൊടുത്തു. ഒരാഗ്രഹമല്ലേ അല്ലേ എന്താ പിന്നെ വീഡിയോ എടുക്കണമെന്ന് എന്താ പ്രശ്നം. അങ്ങനത്തെ നമ്മൾ വീഡിയോ എടുത്തിട്ടാ. അപ്പോൾ നിഷയുടെ വീഡിയോ എടുത്ത് തന്നത് അടുത്തതാണ് നിഷൻ്റെ കൂടാണ് കേട്ടോ. നിഷയാണത് പ്രസ്സിൽ പത്തിരി അമർത്തി തരുന്നത്. അതുപോലെ ഫെബിത പൊടിയൊക്കെ നല്ലോണം തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എവിടെ നിന്നിട്ട് ഇത് നമ്മൾ തേങ്ങ വറക്കണേക്കുള്ള ഉള്ളി ചെറുതാക്കി അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മുട്ടക്കറിക്കുള്ള മസാലയൊക്കെ വേവിച്ച് അത് വേറെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പത്തിരി ചൂടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യാമെന്ന് കരുതി, കാരണം കുറച്ച് ലേറ്റായിട്ടാണ് നമ്മളൊന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാട്ടോ നമ്മൾ കിച്ചണിൽ കയറിയത്. അതായത് നമുക്ക് ചെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫെബി നിഷയും കൂടെ നല്ലോണം തൊളിച്ച് അതിലുള്ള കുരുക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് മാങ്ങ ജ്യൂസ് അടിച്ചിട്ടില്ല, ജ്യൂസ് അടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മുട്ടക്കറിയുടെ അരച്ച് മസാല കരച്ച് വറവിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഞാൻ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ ഹാൾക്ക് വന്നത്. അപ്പോൾ എല്ലാവരും നോമ്പറക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കൂടെ ഇരുന്ന് നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ അന്ന് ചക്കരമത്തനുണ്ടായിരുന്നു. അതുപോലെ ചക്കയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് പൊരിക്കടി ഐറ്റംസൊന്നും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വെള്ളം കുടിക്കണത് കണ്ടപ്പോഴും അതുപോലെ നമ്മൾ ചക്കരമത്തനൊക്കെ നിന്ന് കണ്ടപ്പോൾ കുട്ടിക്ക് കിട്ടാണ്ട് ഭയങ്കര ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈത്തപ്പഴം ഉണ്ടല്ലോ അതിൽ നിന്ന് ചെറിയ അതിൻ്റെ കാമ്പ് എടുത്തിട്ട് ആളുടെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഡോക്ടർ നമ്മൾ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴമൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്നതിന് ശേഷം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ കിച്ചണിലോട്ട് കയറി അവിടെ നമ്മൾ അരി തീമിട്ടിട്ടുണ്ടായിരുന്നു വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഇപ്പുറത്ത് അൽത്താഫും മിക്ക എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇക്കൊക്കെ നേരത്തെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അയാൻമോനും എമ്മിമോളും അതുപോലെ അൽത്താഫൊക്കെ ഫെബിയൊക്കെ ഭക്ഷണം കഴിച്ചു. നിഷ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും നിഷയും ഉമ്മയും ഇപ്പയും കൂടെ ചായ കുടിക്കായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെബി ആ നേരം കൊണ്ട് നമ്മൾ ലൈസ്മോനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു. പത്തിരിക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനത്തെ ത്രാവിക്ക് പോകണ മുന്നേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.